അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇനി ഈ സൂറത്തിൽ 2 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനായി ബാക്കിയുള്ളത്. അതിൽ ഒരായത്ത്, അതായത് 42-ാമത്തെ ആയത്ത് ഇന്നും 43-ാമത്തെ ആയത്ത് നാളെയും പഠിക്കാം ഇൻഷാ അല്ലാഹ്. ശത്രുക്കൾ എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അന്തിമ വിജയം അള്ളാഹു നിശ്ചയിച്ചതുപോലെ ഇസ്ലാമിനായിരിക്കും, അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കായിരിക്കും എന്നാണ് ഇന്ന് പഠിക്കുന്ന 42-ാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നത്. വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം ഫലില്ലാഹിൽ മക്രു ജമീഅ യഅലമു മാ തക്സിബു കുല്ലു നഫ്സ് വസയഅലമുൽ കുഫാറു ലിമൻ ഉഖബദ്ദാർ. വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരും തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു. നബിയെ, താങ്കളുടെ ഈ സമുദായം താങ്കൾക്കെതിരെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളും, അതായത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമൂഹങ്ങളും ആ പ്രവാചകന്മാർക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചവരായിരുന്നു. പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും സത്യദീനിനെയും ഇല്ലാതാക്കാൻ ഫിർഔനും നമ്രൂദും തുടങ്ങിയ ധിക്കാരികളൊക്കെ ചരിത്രത്തിൽ എന്തെല്ലാം കുതന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. ഫലില്ലാഹിൽ മക്രു ജമീഅ, എല്ലാ തന്ത്രങ്ങളും അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്. അവർ പ്രയോഗിച്ച തന്ത്രങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. കാരണം എല്ലാം നടക്കുന്നതും നടക്കാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ച് കൊണ്ടാണ്. ചരിത്രത്തിൽ എത്ര വലിയ പ്രതാപവും ശക്തിയുമുള്ളവരായിരുന്നു ഫിർഔനും നമ്രൂദും ആദ് സമൂദ് ഗോത്രങ്ങളുമൊക്കെ. എന്നിട്ട് അവരുടെ പ്രതാപവും ശക്തിയുമൊക്കെ എവിടെ പോയി? അള്ളാഹുവിൻ്റെ ദീൻ അന്ന് മുതൽ ഇന്ന് വരെ അവരെത്ര കെടുത്താൻ ശ്രമിച്ചിട്ടും കെടാതെ, ഒരു കൊട്ടവും തട്ടാതെ പ്രകാശിച്ചു നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. യഅലമു മാ തക്സിബു കുല്ലു നഫ്സിൻ, ഓരോ വ്യക്തിയും ആർജിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നു, അള്ളാഹു അറിയുന്നു. ഓരോ വ്യക്തിക്കും എന്തൊക്കെ കഴിവും, ഓരോരുത്തരുടെയും കരുത്തും കഴിവും യോഗ്യതകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു ഉദവി നൽകിയെങ്കിലേ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ തന്ത്രങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളെ മറികടക്കാനാവില്ല. എന്ന് മാത്രമല്ല, ഓരോരുത്തരും ചെയ്യുന്നത് അള്ളാഹു നന്നായി അറിയുന്നു എന്നതുകൊണ്ട് അതിനുള്ള പ്രതിഫലം നല്ലതാവട്ടെ ചീത്തയാവട്ടെ വ്യക്തിയുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും എന്നുമാണ് സൂചിപ്പിക്കുന്നത്. വസയഅലമുൽ കുഫാറു, സത്യനിഷേധികൾ അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. അടുത്ത ഭാവിയിൽ സത്യനിഷേധികൾ അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. ലിമൻ ഉഖബദ്ദാർ, ആർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്ന്, ആർക്കാണ് ശുഭപര്യവസാനം എന്ന്. ഉഖബദ്ദാർ എന്നാൽ അവസാനം ലഭിക്കുന്ന ഭവനം എന്നാണ് ഭാഷാർത്ഥം. നല്ല പര്യവസാനം, നല്ല പരിണിതി, ശുഭപര്യവസാനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പരലോക വിജയമായിരിക്കാം ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് സത്യവിശ്വാസികൾക്കാണോ സത്യനിഷേധികൾക്കാണോ അന്തിമ വിജയമുണ്ടാവുക എന്ന് ഈ ധിക്കാരികൾ നേരിൽ കാണുന്ന സന്ദർഭം അധികം വിദൂരമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഇസ്ലാമിൻ്റെ വിജയത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ശത്രുക്കൾ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഒടുവിൽ ഇസ്ലാം വിജയിക്കുകയും ശത്രുക്കളുടെ മേധാവിത്വമുള്ള മക്കയടക്കമുള്ള രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴിൽ വരികയും ചെയ്യുന്നത് വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ സത്യനിഷേധികൾ കാണാനിരിക്കുന്നു എന്ന സൂചനയും ഈ ശുഭ പര്യവസാനം എന്ന വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.